ഞങ്ങൾ ഈ വിഷയത്തിൽ ബഹ്റയുടെ പ്രതികരണം തേടിയിരുന്നു. ബഹ്റയുടെ മറുപടി ഇതൊരു അടിസ്ഥാനരഹിതമായ ആരോപണമാണ്, വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്, അത്രയും ഇതൊരു രാഷ്ട്രീയ വിഷയമായതുകൊണ്ട് ഞാൻ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്നാണ് ബഹ്റ ഞങ്ങളോട് പറഞ്ഞത്. എന്തായാലും നന്ദി ശ്രീ ജെയ്ക്സി തോമസ്. സാജുവിലേക്ക് പോവുകയാണ്. സാജു, ഇതിപ്പോൾ വലിയ തിരിച്ചടി പത്മജ പോയതിൽ കോൺഗ്രസ് പാർട്ടിക്കുണ്ട്, വലിയ ക്ഷീണമുണ്ട്. അതിനപ്പുറത്തേക്ക് ക്യാമ്പയിൻ തുടങ്ങിയ ഘട്ടത്തിൽ ഒരു വിഷയം സെറ്റ് ചെയ്യണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇതിപ്പോൾ ഈ ബഹ്റയ്ക്കെതിരെ ബഹ്റ ഇതിന് ഇടനില നിന്നു, ഒളി അജണ്ട ഒരേ സമയം CPM നും BJPക്കും വേണ്ടിയായിരുന്നു എന്ന് കോൺഗ്രസ് ലീഡേഴ്സ് എല്ലാം ഒരേ തരത്തിൽ അത് ഏറ്റുപിടിക്കുകയും അതൊരു വലിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നത് എത്രമാത്രം നിൽക്കുന്ന ഒരു വിഷയമായി തോന്നുന്നുണ്ട് സാജുവിന്? ഇതിനെങ്ങനെയായിരിക്കും CPM നേരിടാൻ പോകുന്നത്? സൈഫുദ്ദീൻ, ഇതിനകത്ത് ബഹ്റ പത്മജിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ ചിത്രങ്ങൾ പുറത്തുവിടുമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതിൽ കൂടുതൽ തെളിവുകൾ പുറത്ത് കോൺഗ്രസ് വിടുമോ എന്നതൊന്നുമല്ല ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പത്മജ വേണുഗോപാൽ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് BJPയിലേക്ക് പോയത് ഒരു വാരിക്കുഴി കോൺഗ്രസിന് മുന്നിൽ സൃഷ്ടിച്ചുകൊണ്ടാണ്. അത് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഏത് നേതാവും ജയിപ്പിച്ചു വിട്ടാൽ പോലും മറ്റ് സംസ്ഥാനങ്ങളിൽ കാണുന്നത് പോലെ BJPയിലേക്ക് എപ്പോൾ വേണമെങ്കിലും ചേക്കേറാനുള്ള സാധ്യതയുണ്ട് എന്ന പ്രചരണം ശക്തമാക്കാൻ CPMന് വടി കൊടുത്തു എന്നുള്ളതാണ്. ആ പത്മവ്യൂഹത്തെ മറികടക്കാൻ ചില രാഷ്ട്രീയ ആയുധം തുടക്കത്തിലെ വേണമായിരുന്നു കോൺഗ്രസിന്. അതാണ് ബഹ്റയിലൂടെ ഇപ്പോൾ കോൺഗ്രസ് പ്രയോഗിക്കുന്നത്. ആദ്യം പ്രതിപക്ഷ നേതാവായ VD സതീശൻ വിരമിച്ച ഉന്നത ഉദ്യോഗസ്ഥനാണ് എന്ന് മാത്രം ആയിരുന്നു ഈ ഇടനിലയെക്കുറിച്ച് പറഞ്ഞു വെച്ചത്. അത് നിങ്ങൾ അന്വേഷിക്കൂ എന്ന് പറഞ്ഞു വെച്ചു. അപ്പോഴും ഡൽഹിയിലെ മാധ്യമപ്രവർത്തകർ അത് ബഹ്റയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് മാത്രമായിരുന്നു VD സതീശൻ പറഞ്ഞതെങ്കിൽ ഇന്ന് മീഡിയ വണ്ണിന് നൽകിയിരിക്കുന്ന പ്രത്യേക അഭിമുഖത്തിൽ KPCC അധ്യക്ഷൻ കൂടിയായ K സുധാകരൻ അത് ബഹ്റയാണ് എന്ന കാര്യം എടുത്തു പറയുന്നു. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വിരമിച്ച ശേഷവും സർക്കാരിന്റെ ഉന്നതമായ പദവികളിൽ തുടരുന്ന ചില ഉദ്യോഗസ്ഥർ കേന്ദ്രവുമായുള്ള, അതായത് BJP കേന്ദ്ര നേതൃത്വവുമായുള്ള CPMന്റെ പാലമാണ് എന്ന ആരോപണത്തെ കൂടുതൽ കടുപ്പിച്ചു കൊണ്ടുവരാനാണ് ഇപ്പോൾ കോൺഗ്രസ് ശ്രമിക്കുന്നത്. അതിലൂടെ കോൺഗ്രസിന് രണ്ട് ലക്ഷ്യമുണ്ട്. ഒന്ന്, പത്മജ മുന്നോട്ട് വെച്ച പത്മവ്യൂഹത്തെ മറികടക്കാം. മറ്റൊന്ന്, ഇതിനെ ചുറ്റിപ്പറ്റി മറ്റ് ചില നെറേറ്റീവുകൾ CPM ഇപ്പോൾ പ്രചരണത്തിന്റെ തുടക്കത്തിൽ തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. ഇന്നലെ മീഡിയ വണ്ണിന് നൽകിയ അഭിമുഖത്തിൽ തന്നെ മന്ത്രി MB രാജേഷ് പാലക്കാട്ടെ മത്സരവുമായി പാലക്കാട്ട് നിന്നും ഷാഫി പറമ്പിൽ വടകരയിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. വടകരയിൽ BJP ഷാഫിയെ സഹായിക്കും, പകരം പാലക്കാട്ടിലൂടെ വീണ്ടും ഒരിക്കൽ കൂടി നിയമസഭയിൽ അക്കൗണ്ട് തുറക്കാൻ BJPക്ക് അവസരമൊരുക്കും കോൺഗ്രസ് എന്നതടക്കമുള്ള ചില ആരോപണങ്ങൾ ഉന്നയിച്ചു വെക്കുന്നുണ്ട്. ഇതിനെയൊക്കെ തടയിടാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് CPMനാണ് BJPയുമായി. അവിടെ ഒരു കേന്ദ്ര BJPയുമായി ഒരു പാലം CPM ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് വിരമിച്ച ശേഷവും വലിയ പദവികളും വലിയ ശമ്പളവും കൊടുത്ത് ചില IPS IAS ഉദ്യോഗസ്ഥർ സംസ്ഥാനത്ത് നിലനിർത്തിയിരിക്കുന്നത് ഇതിനു വേണ്ടിയാണ് എന്ന ആരോപണത്തെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുടക്കത്തിൽ തന്നെ ഉയർത്തിക്കൊണ്ടുവരികയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. രണ്ടു കൂട്ടരും പരസ്പരം BJP ബന്ധം ആർക്കാണ് എന്നതിനെ ചൊല്ലിയുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. സ്വാഭാവികമായും കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യത്തെ രാഷ്ട്രീയ പോര് ഇതിനെ ചൊല്ലി തന്നെയായി മാറിയിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. സൂചിപ്പിച്ചതുപോലെ തന്നെ BJP ബന്ധത്തിലൂന്നി ആരോപണ പ്രത്യാരോപണങ്ങളിലൂടെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കേരളത്തിലെ